അപ്പൊ നമ്മൾ ഇരുന്ന് തിന്നാനാവട്ടെ, എന്നിട്ട് അപ്പം മേടിക്കാച്ചാ അല്ലേ? പൂജാ പറയും. ഇല്ല, നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ജെമിനിയോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും. ഞാനിപ്പോ ചോദിക്കും. ജെമിനിയെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ആയാ പോവാ നമുക്ക് അപ്പൊ നമ്മളെല്ലാരും കീഞ്ഞു. അപ്പൊ ഇന്ന് വിചാരിച്ച ചങ്ങായിന്റെ ഒരു കുടിയലുണ്ട്. അപ്പൊ അവിടെ പോവാൻ നോക്കലാന്ന്. ആദ്യം വാവനെ കീച്ചു. ഇതാ നമ്മള് കീഞ്ഞു പോവാ. അപ്പൊ മൂന്നാല് കല്യാണം കുടിയലുണ്ടല്ലോ, എല്ലാരും നിങ്ങളെ ചെറുതായിട്ട് വിളിച്ചാൽ അതെ അങ്ങനെ ഇല്ല ഇതില്ല. വീട് മാത്രമല്ല, ഈടിയല്ല സ്ഥലം കാഞ്ഞിലേരി. അപ്പൊ ഓ ഞാൻ മണ്ടി താക്കോലെടുക്കാൻ മറന്നുപോയി. താക്കോല് പോയിട്ട് കുടിയല്ലേട്ടാ. അപ്പൊ അതിലിടക്ക് ഇതിന്റെ ഇത് വീണ് പോയേട്ടാ, ഈ സാധനത്തിന്റെ വാവ പിടിച്ചിനാ ബൈക്കിന്റെ വീഡിയോ കോളത്തിന് ഡ്രസ്സിനുള്ളിൽ പോയിട്ടുണ്ടാവും. അത് നമ്മളെ മൈക്കാണ് കേട്ടാ. ഇതാണ് മൈക്ക് കണ്ടിട്ടുണ്ടാവും. മൈക്ക് ഈ മൈക്കിന്റെ അടിയിലൊരു സാധനമുണ്ട് കാന്തത്തിന്റെ. അപ്പൊ ഇതിങ്ങനെ ഒട്ടിക്കാനാണ്, കുപ്പായത്തിന്റെ ഒട്ടിക്കുന്നത്. നമ്മളിപ്പോ അധികാലൊന്നും ആയിട്ടില്ല ഇതിങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല ദൂരത്തിലെ സൗണ്ട് കിട്ടാൻ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് എടുത്തു. അപ്പൊ അതിന്റെ തല വീണുപോയി. കൊഴപ്പില്ല അമ്മേ. കുട്ടീനെ എടുത്താൽ മതി. അപ്പൊ കാറിന്റെ ഡോറെല്ലാം ഞാൻ മണം പോകാൻ വേണ്ടി തുറന്നു വെച്ചിട്ടാ. ഇതെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് കവിത. കവിത അടക്കിരിക്കോ ചേച്ചി, സൈഡ് പറയാൻ വരണം. അതെ, സൈഡ് വലിയ ആളാന്ന് ചേച്ചി. അപ്പൊ ഞമ്മള് കേറട്ടെ. ഞാൻ ഇവിടെ ബാക്കിലിരിക്കാം. ആ ബാഗ് ഇങ്ങെടുക്കറ. ഇനി എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാ? ഇല്ല, ഫോണ് ആ ബാഗില് ഫോണാവളെ. അതാ സോഫയില് ചാവീനെ വിലക്കണ്ട. നമ്മളൊരു ഫോട്ടോ ഇത് നമുക്ക് ഈടുന്ന് ആക്കി തന്നെ കേട്ടാ, മലപ്പുറത്തുനിന്ന് ആക്കി തന്നെയാണ്. ചെയിൻ ഇത് താക്കൾ ഇടേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ടായാൽ മതി. ഇതിങ്ങനെ കണ്ണാടി ഉണ്ട് ഇടാ. ഇത് പിടിച്ചോ. പോവാ കണ്ണാടി ഇട്ടിട്ട് ചേച്ചി ഓടിക്കൂല, അതാണ് ചേച്ചീൻ്റെ ഒരു ഇത്. എന്നാ പിന്നെ നമ്മള് ഇറങ്ങട്ടെ. അങ്ങനെ എന്തെല്ലാം സംഭവം എന്തെല്ലോ നോക്കുന്നുണ്ട് മോളോട്ടല്ല. പിടിച്ചോ ചേച്ചി, ഒന്ന് സൈഡ് വരെപ്പാ. വാ 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 വാ. ഇവിടെ സൈഡ് പറയണം കേട്ടോ. ഇവിടെ രണ്ട് തൂണിപ്പം വെച്ചിട്ടുണ്ട്, അടുത്തോട്ടിയാ പോണ്ടേ, അതുകൊണ്ടാണ്. പിടിച്ചോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ? സീറ്റ് ബെൽറ്റ് ഇടാം. എനിക്ക് മാത്രം മതി, ഞാൻ വാവക്കും കൂടി ശരിക്കും മുന്നിൽ ഇരുത്താൻ പാടില്ല കുട്ടീന. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കോട്ട് പോവാം. ഓക്കെ, നമുക്ക് അടുത്തായതുകൊണ്ട് കുറച്ച് മെല്ലെ പോയിക്കൂടെ? ഈടെ സൈഡ് നോക്ക്. ഇപ്പുറത്തെ ഭാഗം, ഈ സൈഡ് ആടിയാ പോയിട്ട് നോക്കുന്നുട്ടെ ചേച്ചി. ഇന്ദ്രൻസ് സൈഡ് പറഞ്ഞ പോലെ പറയും കേട്ടോ ആ സിനിമയില്. ആ പോട്ടെ പോട്ടെ, ബേക്കോക്കെ എന്നിട്ട് പയ്യെ ഇടിച്ച പിന്നെ ആയാ എന്നാ പിന്നെ പോട്ടെ. അമ്മേ അമ്മേ ശരി. എന്നിട്ട് ഒരു ടവല് മറന്നിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ടുണ്ട്. അതങ്ങനെയാണ്, നിങ്ങൾ എത്ര കഴിഞ്ഞാലും ആവുകയില്ല.
മറക്കാണ്ടാവൂല എന്തായാലും എന്തെങ്കിലും ആയിട്ട് ഒന്നും മറക്കും മുന്നൂറ്റെങ്കിലും നമ്മൾ മറന്നു മഴ ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ മയിലേക്ക് പോയി മയിലിന് കുറച്ച് ഗിഫ്റ്റ് വാങ്ങണം കുടിയലിന് കൊടുക്കാന്. തിരിച്ചു വരുമ്പോ നിതീഷ് ഉണ്ട് ഇടാ, ഓനും കുടിയലുണ്ട്. അതെ, ഓനും അങ്ങോട്ട് വരുന്നുണ്ട്, പോനെയും കൂട്ടണം. അതെ, അങ്ങനെ നേരെ കുടിയലിലേക്ക് കുടിയലിന് പോവാം. വിക്കിന്റെ ഒരു പ്രണയ വിവാഹം ഇനിയിപ്പോ അടുത്താണ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ തന്നെയാണ് കുട്ടിയുള്ളത്. ഓന്റെ വീട് നമ്മളെ നാട്ടിൽ തന്നെയാണ്. ഇപ്പം പക്ഷെ വീടെടുത്ത് വെക്കുന്നത് കാഞ്ഞിലേരി ഭാഗത്ത്. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല നമ്മളെ കുട്ടീനൊന്നും. നമുക്ക് കുട്ടീനെല്ലാം കാണാം. ഇപ്പോ കുടിയലിന് പോവാം. കുട്ടീനെയാ കല്യാണം കഴിഞ്ഞ കുട്ടീനാ. കല്യാണം കഴിച്ച കുട്ടീനെയാ നമ്മള് ആടെ എന്ന് പറയാ പെണ്ണിനെ കുട്ടീനാന്ന് പറയാപ്പാ. കുട്ടിയെ വിളിക്കുക എന്ന് പറയുന്നില്ലേ? ഇപ്പൊ ചില പെണ്ണ് കാണാൻ പോയ സമയത്ത് കുട്ടീനെ വിളിക്കുക എന്ന് പറയുന്ന കുഞ്ഞു കുട്ടീനെ വിളിക്കല. അപ്പോ അങ്ങനെ കുട്ടീനെ കാണാം. അപ്പൊ നമ്മള് ടൗണിലെത്തി. അപ്പോ വീട്ടിലേക്ക് സാധനം എന്തെങ്കിലും നമുക്ക് നോക്കിട്ട് എടുക്കാച്ചിട്ടാണ് നമ്മള് പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുക്കാച്ചിട്ടാന്ന് വിചാരിനോട് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വീട്ടിൽ കൊടുക്കാൻ അതേ പറ്റൂ. അതെ, പെണ്ണുങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ വീട്ടിൽ നിന്ന് പോകുമ്പോ ഞാൻ വീട്ടിലെത്തിട്ട് വിളിച്ചു ചോദിക്കും എന്തെല്ലാം വേണ്ടത്. എന്റെ ആടെ പോയിട്ട് അഥവാ നമ്മൾ ഇവള് പറഞ്ഞാലും മുൻചൊന്നാലോ ഞാൻ കടുക് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല അശോ എന്ന് പറയും. അപ്പൊ നമ്മൾ ആടെ പോയിട്ട് വിളിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാ എല്ലാ പെണ്ണുങ്ങളും തോന്നും അല്ലേ? ഹായ്, എന്തല്ല? അപ്പൊ കുടിയലിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എന്നാ കൊടുക്കുക ചേട്ടാ? എല്ലാ വീട്ടിനും ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് മേടിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇത് അരിപ്പത്തട്ട് മേടിച്ചില്ല. വെച്ചാൽ ഇത് അത്യാവശ്യമാണ് നമ്മളെടുക്കാൻ ഉണ്ട്, അത് പഴകിയായിരുന്നു. അപ്പോൾ ഇന്നാളെ ഞാൻ വിചാരിക്കലുണ്ട് അത് നമുക്ക് ഈ ചോറെല്ലാം ഊറ്റാൻ പറ്റുന്നതും പിന്നെ പച്ചക്കറിയെല്ലാം കഴുകിയിട്ട് ഇട്ടാൽ വെള്ളമെല്ലാം മറന്നു പോകുമല്ലോ. അങ്ങനത്തെയാണ് ഇവിടെ ഒന്ന് കേട്ടാ. അതുപോലത്തെ ഇതാണല്ലേ പറഞ്ഞേ? ഇത് കുറച്ച് ബാക്കിലും വന്നല്ലേ? അപ്പൊ നമ്മൾ ഇരുന്ന് തിന്നാനാവട്ടെ, എന്നിട്ട് അപ്പം മേടിക്കാച്ച അല്ലേ? എന്തോ ആലോചിക്കുന്നുണ്ട് കാര്യമായിട്ട്. വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. എങ്ങോട്ടാണ് പോകുന്നത് സ്റ്റൈലിനായിട്ട്? വന്നല്ലേ നമ്മളിപ്പോ എവിടെ എത്തണം നിശ? കാഞ്ഞിലേരി എത്തണം കേട്ടോ. നമ്മളെ വീട് നിതീഷിന്റെ വീട് എവിടെയാ വരുക? നമ്മളെ വീട് ഇവിടുന്ന് നേരെ വലത്തുഭാഗത്ത്, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി നമ്മളെ വീടെത്തി. അപ്പൊ അങ്ങനെ കളിച്ച് ചിരിച്ചിട്ട് ഉറങ്ങിപ്പോയേട്ട ബാബ. വണ്ടി കയറിയ പിന്നെ അവന് ഉറങ്ങലാണ്. നമ്മള് കണിയാർ വയലെത്തിട്ടാ. ശ്രീകണ്ഠപുരത്തേക്ക് പോകുന്ന വഴിയില്ല, കണിയാർ വയൽ. ബാക്കിൽ നിതീഷ് ജെമിനി ഗൂഗിൾ ജെമിനി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുമെന്ന്. എൻ്റെ അമ്മോ, അങ്ങോട്ടേക്ക് ശ്രീകണ്ഠപുരം, ഇങ്ങോട്ടേക്ക് പോയാല് ഇരിക്കൂറാന്ന് എത്തുക. ശരിക്കും പറഞ്ഞാൽ 4 മണിയായി, 4 കാലമായി ഇപ്പൊ സമയം. നമ്മൾ ഉച്ചക്ക് പോയിട്ടില്ല, നമ്മൾ ലേറ്റ് ആക്കി നമ്മൾ അവനോട് പറഞ്ഞു വയ്യ വരാൻ. ഉച്ചക്ക് നല്ല തിരക്കുണ്ടാവും ആ സമയത്ത് പോയാല്. അപ്പൊ അങ്ങനെ നമ്മളെ വണ്ടിയുടെ നിർത്തിയിട്ട് നടന്നു തുടങ്ങി. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് മുകളിലോട്ടാണ്. നിശ ഞാൻ എടുക്കണം, അന്നെ എടുപ്പിക്കാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുക്ക കുറച്ച് കാലമുണ്ട് കേട്ടോ ഇനി. അതാണ് ഭാവി ഉറങ്ങി. ഇനി ആ സമയത്ത് തന്നെ വേഗം അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ചെറിയൊരു പാർത്ത് തുടങ്ങിയല്ല, അവിടെ നിന്ന് തരുവാ. ഇതാ വീട്. എങ്ങനെയുണ്ട് പരിപാടിയെല്ലാം? ഓക്കെ, എന്താ നമ്മളെ വിക്കിയേട്ടാ? എന്റെ ക്യാമറയിൽ ആദ്യം ഓൻ കൊടുക്കുന്നത്, ഓന്റെ ക്യാമറയിൽ ഞാനേ കൊടുക്കില്ല കേട്ടോ. ഇപ്പൊ ആദ്യമായിട്ട് കൊടുക്കുമെന്ന്. ശരി, അങ്ങോട്ട് കയറാം. ഹായ്, നമ്മളെ നാട്ടുകാരിയാണ്. കയറാവി. അതെല്ലേ, കന്നഡ ഇണ്ടാ എടുത്തോളൂ. കന്നഡ ആവട്ടെ. കവി, നമ്മളെ ചെങ്ങായി സുധീന്റെ വൈഫ് കർണാടക ആണ്, നമുക്കറിയാം. അപ്പൊ വരുന്നുണ്ട്, നമുക്ക് സംസാരിച്ചു നോക്കാം. മലയാളം ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ. ಚೆನ್ನಾಗಿದ್ಯಾ? ಚೆನ್ನಾಗಿದೆ.
ಊರಿಗೆ ಹೋಗಿದ್ದೇನ ಇದ್ರ ಕಾಯಲ್ಲ മോളെ കാണലുണ്ട്. കല്യാണ ചക്കനും പെണ്ണു എത്തിയിട്ടുണ്ട്. അടിപൊളി കവി കല്യാണം കഴിഞ്ഞായിരുന്നു. കണ്ടിട്ടില്ല നമ്മള് നേരിട്ട് ആദ്യം കാണുന്നത്. അപ്പൊ നമ്മളങ്ങനെ വിക്കിന്റെ വീട് കാണാൻ വേണ്ടി പോകുന്നത്. ബാ, ഇത് സെൻട്രാള്. സുധി പാടാ. ആ ജനലൊക്കെ അടിപൊളിയായില്ല അല്ലേ? ഇവിടെ ഒരു ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഗ്ലാസ്സിലേക്കോട്ടാ. പണി ഫുള്ളായില്ല എന്ന് പറഞ്ഞേനു. പണി നടന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ അതിന്റെ പെട്ടെന്ന് ഒരു കൂടിയതാ. അടുത്ത റൂമിലേക്ക് പോവാം. പൂജാമുറിയാണ്. ആ പൂജാമുറി. ആ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഹായ് ഉണ്ടല്ലോ. ഓ ഇവിടെ എല്ലാരും മേക്കപ്പെല്ലാം ചെയ്യുന്ന സ്ഥലമായിട്ടാ. എല്ലാരും മേക്കപ്പെല്ലാം ഇടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ മെയിൻ സ്ഥലമാണ് കിച്ചൺ. കവി മെയിനായിട്ട് പറയുന്ന സ്ഥലം കിച്ചൺ. അതല്ല അപ്പൊ ഇപ്പൊ അടുത്താണ് ഇവന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു കേക്ക് മുറിയും കൂടി ഉണ്ട്. മുറിക്കാൻ പോവാ. വർക്കേറെ ഭാഗത്ത് നമ്മൾ ഇപ്പം പോകുന്നില്ല അല്ലേ? അങ്ങോട്ട് പോണ എല്ലാ വീട്ടിൽ പോയാലും ആ വീടിന്റെ ബാക്ക് ഭാഗം ഒന്ന് കാണണം. ഈ എങ്ങനെയാ വർക്കേറെ ആക്കിയുള്ള നോക്കാൻ വേണ്ടിട്ട്. ആഹാ, ഫുഡ് നമുക്ക് കഴിക്കാൻ പോയിട്ട് ബാ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് കുട്ടീനെ കിടത്തി. ഫുഡ് കഴിക്കണ്ടേ നമുക്ക്? നിതീഷ് ബേക്കെന്ന് കുറെ ടൈം മാന്തിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ കേക്ക് ഒരുക്കാൻ പോകുന്നത്. ഇതേപോലെ കുട്ടിയായിരിക്കുമ്പോ ഇവരെ ഞാൻ എടുത്തു നടക്കുന്നതാണ്. പിന്നെ വലുതായാലും എന്റെ ബസ്സിൽ ഞാൻ ഡ്രൈവറും, ഇവൻ കണ്ടക്ടറും, മറ്റേ ക്ലീനറും, പിന്നെ ഇവൻ കണ്ടക്ടറായി ഞാൻ ഡ്രൈവർ. അങ്ങനെ തന്നെ നമ്മൾ കുറെ നാൾ പണിയെടുത്തതാണ്. എത്ര സമയം കാത്തുക്കാരാ നിതീഷ്. കിട്ടിയല്ലേ? കിട്ടി. നിതീഷേട്ടാ ഒരു കഷ്ണം എന്ത് മനസ്സാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുടിയെല്ലാം പോയി. അവിടെ കുറച്ച് സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞു, ഭക്ഷണമെല്ലാം കഴിച്ചു, കേക്ക് മുറിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ പാവക്ക് കുറെ കൂട്ടുകാരെ കിട്ടീന്. അവിടുന്ന് നിതീഷാറിനെ കണ്ട് പഠിക്കുന്നുണ്ട്. അവിടെ കുറച്ച് പെമ്പിള്ളേരുണ്ടായിരുന്നു. അവിടെ തന്നെ വാവ. ഞാൻ പറഞ്ഞു നിതീഷ നിന്നെ ഒബ്സർവ് ചെയ്തു. രാജരക്തം. പൊതുവെ ആൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികളൊക്കെ എന്റെ സ്വഭാവം എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. കർണാടകത്തിൽ പോയി വെച്ചിന്. ഇവന് നാട്ടിൽ നിന്ന് 5 ഞാൻ കിട്ടി. എന്റെ സെലക്ട് ചെയ്യാൻ പറ്റായിട്ട് ഇവ ലാസ്റ്റ് അല്ലേ ഞാൻ നറുക്കിട്ട് എന്നിട്ട് അവൻ പറയുന്നു നറുക്കിട്ട ആള് വീട്ടിൽ തന്നെ ഈ കൂമ്പിടിച്ച് കേൾക്കാൻ സാധ്യത. അതുകൊണ്ട് ഇത് വീഡിയോ ഇടണ്ട. എന്നാ പേര് നായിന്റെ? എന്നാ പേര്? ടോമി. അടിപൊളി. പാലാട്ടിയിലെ ടോമി. പുഴ ഇണ്ടട്ടയുടെ ഇങ്ങനെ പുഴയാണ് മൊത്തം. ഇതിന്റെ അപ്പുറത്തൊരു തൂക്കുപാലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വണ്ടി എടുക്കും. വണ്ടി ഓടിക്കാറില്ല. വെറുതെ താളെ കയറത്തല്ലേ. വണ്ടി ചീരി. അപ്പൊ നമ്മളങ്ങനെ തൂക്കുപാലുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇവര് പല അപകടത്തിലാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്ന എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. പോകാൻ പറ്റുന്ന പറഞ്ഞ വെച്ചാ പോകാൻ പറ്റും. അറ്റകുറ്റപ്പണി കഴിഞ്ഞാ പറഞ്ഞേ. ഓ മതിയാ. മുന്നേ വെച്ച ബോർഡാന്ന്. ഓ നമുക്കൊന്ന് അപ്പുറം വരെ പോവാം. എന്താ മോനെ ഇത് ആടുന്ന കേട്ടാ. ഇത് മുന്നേടെ എല്ലാം പലയിളക്കിയിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു പോലും. അതുകൊണ്ട് നേരെ വെച്ച ബോർഡാന്നാണ് പറഞ്ഞത്. എന്നാലും പലത്തുമ്പിലേക്ക് അങ്ങനെ ഒരു അല്ലേ പേടി എന്താ? ഞാൻ നിരീക്ഷിക്കുമായിരുന്നു. എൻ്റെ മോനെ
എന്താ ഇവിടെത്തിയാൽ ഇവരെ തൂണെത്തി സേഫായി. പിന്നെ അങ്ങോട്ടേക്ക് വീണ്ടും. അപ്പോൾ നമ്മൾ അങ്ങോളം പോകുന്നില്ല. നമ്മൾ ഇതുവരെ ഇവിടുന്ന് കയറിയടിക്കോ എത്തിയില്ല കേട്ടോ. അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ. എങ്ങനെയുള്ളത് ശരിക്കും നടക്കുമ്പോൾ ഒരു കുലുക്കാന്ന് കേട്ടാ അല്ലേ? വാ, നടക്കുമ്പോൾ ഒരു കുലുക്കോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. നിതീഷ ഇറങ്ങാനായി. എന്നാലേ ഓക്കെ, ഇപ്പം വിളിക്കൂ ഇറങ്ങിയ പാട്. വാ ഉറങ്ങിയതാന്നേ. വണ്ടി എത്തിയ പാട് എണീച്ചേട്ടാ. ആദ്യം എന്തോ ആലോചിക്കും നേടിയാന്നൊരു പോയിനങ്ങനെ നോക്കടാ. സൈഡ് പറയും. പൊട്ടെ പൊട്ടെ പൊട്ടെ. ഈ സൈഡ് ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട് നമ്മളെ മുറ്റത്തിന്റെ. അപ്പൊ ഈ തൂണിന്റെ സൈഡിൽ തന്നെ ഇടിങ്ങനെ തൂണും കൂടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം വണ്ടി എടുക്കാൻ പറ്റാത്ത. ഇനി ആടെ പോയി നടന്ന് എല്ലാം ഇവിടെ വന്ന് വിശദീകരിച്ച് എത്ര ആളുകൾ മണ്ണോട് ചോദിക്കും. എടുത്തതായാലും കാണാൻ പോലെ തന്നെ വർത്താൻ അറിയണം. അതാണ് കല്യാണത്തിന് പോയതാണെങ്കിൽ കേരല്ലോ ഉണ്ടാവും. ഞാൻ ലേശം മടിച്ചിരി നടക്കാൻ അത്രേ ഉള്ളൂ. 100 മീറ്റർ. കേട്ടിട്ട് എനിക്ക് പേടിയായി. ശ്രീ സർവാദ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമസ്തുതേ. നമ്മള് ഫോണില് ജെമിനി കേറ്റിട്ടുണ്ട്. അപ്പൊ ജെമിനിയോട് നമുക്കിത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ, പക്ഷെ ഇതുവരെ ഇങ്ങനെ ആക്കിയില്ലേ. അപ്പൊ നിതീഷ് നേരത്തെ ആക്കിയതാണ് ഇത്. അപ്പൊ ഇതിപ്പോ എല്ലാം പറഞ്ഞിരുന്നുണ്ട്. എല്ലാം നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ജെമിനിയോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുതരും. ഞാൻ ചോദിക്കും. അടിപൊളി. ജെമിനിയെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജെമിനി, നമുക്ക് മുതിർന്നവരോട് നല്ല ഒരു ഉപദേശം പറയാനുണ്ടോ? അമ്മയോട്. തീർച്ചയായും. മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പ്രായമാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ ചെറുപ്പത്തിലേതുപോലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ ശ്രമിക്കുക. അത് അമ്മ ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജെമിനി കുഴപ്പമില്ല. ജെമിനി, ഞാൻ ജെമിനിനെ വീഡിയോ എടുക്കുമെന്ന് പ്രശ്നമുണ്ടോ? തീർച്ചയായും. വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജെമിനി നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ? തീർച്ചയായും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറയാമോ? നമുക്ക് നമ്മള് സംസാരിക്കാൻ പഠിക്കണം. ഇംഗ്ലീഷ് മറ്റുള്ളവരായിട്ട് നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷും സംസാരിക്കാൻ പഠിക്കണം. ജെമിനി ഇപ്പം പറയും ഞാൻ തോറ്റു, വേറെ എന്തെങ്കിലും വേണോ ചോദിക്കും. എന്തായാലും നമ്മൾ ജെമിനിനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും നാളെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ബൈ.